Kabir Bus, lost and found. Thank you. Please come in. Sorry, this place is a mess. Oh, that's okay. I should be sorry. I'm so late. Oh, ഈ നശിച്ച മെട്രോ എല്ലാവരുടെയും എക്സ്ക്യൂസസ് തന്നെ. Everyone is late in this town. So, how was the award function? The usual affair. എന്തായാലും ഒരു അവാർഡ് അടിച്ചെടുത്തില്ലേ? എന്താണ് സെൻസേഷണൽ ഫീമെയിൽ പെർഫോമർ ഓഫ് ദി ഇയർ? They just want to make everyone happy. I got my share. തന്നെ വിളിച്ചു വരുത്തി എയർപോർട്ടിനടുത്ത് എവിടെയെങ്കിലും വെച്ച് കഥ പറയാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ കഥ പറച്ചിലിന് ഇതുപോലൊരിടം ഈ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. I can see that. പിന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറുടെ അടുത്ത് കഥ പറയുമ്പോൾ ഇതുപോലൊരു ആംബിയൻസ് എനിക്ക് തരുന്ന കോൺഫിഡൻസ്. Oh, don't be so sweet. Shall I make some coffee for you? No, you're being sweet. But I don't mind the offer. Before the plunge, ഞാനൊരു ക്വിക്ക് ഷവർ എടുത്തിട്ട് വരാം. Okay. Hey, but promise me അതുവരെ ഇതിലൊരു പേപ്പർ പോലും മറച്ചു നോക്കരുത്. ഇല്ല. But don't test my patience. Coffee. Thank you. ധനുവിന് അറിയാലോ, ഇറ്റ്സ് ബീൻ 2 years of silence for me. My first film being a pretty successful one. എന്തിനിത്രയും കാലം എന്ന എൻ്റെ സുഹൃത്തുക്കളുടെയും ഫിലിം ലവേഴ്സിൻ്റെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എൻ്റെ ഈ സിനിമ. ആൻഡ് ദിസ് ടൈം മൈ ഫിലിം ഈസ് an adaptation. Adapted from the memoir of an Indian Interpol officer who got out of his service. ഒരു ഗാങ്സ്റ്റർ പടത്തിൻ്റെ റിസർച്ച് മെറ്റീരിയൽ ആയിട്ടാണ് ഞാൻ ഇതിനെ ആദ്യം അപ്രോച്ച് ചെയ്തത്. ബട്ട് ഇൻ ദ പ്രോസസ് ഇറ്റ് ലാൻഡഡ് മീ ഓൺ സംതിങ് എൽസ് ഓർ അതർ സമ്മൺ എൽസ്. പറഞ്ഞു പഴകിയ അന്താരാഷ്ട്ര അണ്ടർവേൾഡ് സ്റ്റോറിയേക്കാൾ പറയേണ്ടതും ചെയ്യേണ്ടതും ഇവളുടെ കഥയാണെന്ന് എനിക്ക് തോന്നി. Okay. ദാറ്റ്സ് വൈ യു ആർ ഹിയർ. ധനു, ഐ നോ വൺ തിങ്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫിലിം ഫോർ മീ നൗ. ഇനി ഈ ഒബ്സഷനിൽ എൻ്റെ ഭ്രാന്തല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തനിക്ക് തോന്നുകയാണെങ്കിൽ ബി പോയിന്റ് ബ്ലാങ്ക്. ടെൽ മീ ഇറ്റ്സ് ക്രാപ്പ്. ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ തനിക്ക് തുറന്ന് പറയാം. ഹിയർ യു ഹാവ് ടു എക്സസൈസ് മീ. Kabir, loosen up. You tell me as natural as it comes. Pinne, I won't be a judge. I'll be a listener. But I will ask questions. ധനു, നരകങ്ങൾ ഉണ്ടാവുന്നത് പലപ്പോഴും നഗരങ്ങളിൽ തന്നെയാണ്. മുംബൈയിൽ വേരാഴ്ന്നു നിന്ന അധോലോക സംഘങ്ങൾ 90കളുടെ മധ്യത്തോടെ ലോകത്തെ വൻ നഗരങ്ങളിലേക്ക് പടർന്നു. ബാങ്കോക്ക് അത് പണവും പെണ്ണും പതഞ്ഞൊഴുകുന്ന ഒരു പവിത്ര നരകമാവുമ്പോഴും മായാത്ത ഒരു മനോഹര മുഖം കാത്തു സൂക്ഷിച്ചിരുന്നു. സഞ്ചാരികളുടെ കൗതുകമുള്ള മുഖങ്ങളെ വിസ്മയിപ്പിച്ചു നിർത്താൻ എപ്പോഴും അതിന് കഴിഞ്ഞിരുന്നു. ഈ കഥയുടെ പശ്ചാത്തലം ആ നഗരമാണ്. നാടുകാണികൾ വന്നൊഴിയാത്ത ആ തെരുവിലാണ് അവൾ തൻ്റേതായ ഒരിടം കണ്ടെത്തിയത്. അവളുടെ ക്യാൻവാസിൽ ആ ചുറ്റുമുള്ള മുഖങ്ങൾ ഓരോന്നായി അവൾ പകർത്തി. More than a livelihood, drawing was a passion. She was an artist. Kabir, what do you call her? Isha. But I can't see her. You look exactly like her.
ഇഷയുടേത് ഒരു സെക്കൻഡ് ജനറേഷൻ ഇന്ത്യൻ ഫാമിലിയാണ്. അച്ഛനമ്മമാരുടെ മരണത്തിന് ശേഷം മുത്തച്ഛനായിരുന്നു അവൾക്കെല്ലാം. അവളുടെ പാഷൻ ഷെയർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായ ലൂസിയും ഫ്രാങ്കോയും പിന്നെ മലയാളിയായ രാജുവും ഒക്കെ ചേർന്ന് ഒരു സന്തോഷത്തിന്റെ പുതിയ ലോകം തുറന്നു വെച്ചു. See, Valentina, I'll try my maximum possible. You photo tomorrow, Loser, definitely. You good for nothing cheat. I give you 3 more days. my photo, I you need thought- my I pictures by promise. then, or else I'll kill you. Get Definitely, out of I my give you face right tomorrow. now, you idiot. I will. ഇതുവരെ കിട്ടിയതും ഇനിയും കിട്ടാനുള്ളതും വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? ഹായ് ഇഷ. എക്സ്ക്യൂസ് മീ. രാവിലെ തന്നെ ക്ലയന്റ് മീറ്റിംഗ് ആയിരുന്നല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. അതൊരു സ്മോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അറിയാമോ ഈ സോബ്രിലാന്തസ് കുന്തിയാനെ? അതാരാ? ആ, ഇത് തന്നെ എന്റെയും പ്രശ്നം. ഈ കുന്തിയാനയുടെ പോർട്രേറ്റ് എടുക്കാൻ ഒരു ഓർഡർ കിട്ടി. അതൊരല്പം ഡിലേ. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. എന്നാ ഇതൊരു പുതിയ സംഭവമാ. മിനിമം 12 വർഷമെങ്കിലും എടുക്കും ഇതൊന്ന് ഫോട്ടോയിലാക്കാൻ. അതാരാ ഇത്രയും ഡിമാൻഡുള്ള മോഡൽ? ഓ, മോഡലും കിടലൊന്നുമല്ല, നമ്മുടെ ഈ നീലക്കുറിഞ്ഞില്ലേ, അതാണ് ഈ സോബ്രിലാന്തസ് കുന്തിയാന. അപ്പൊ ഇത് ഇന്നുകൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. 12 കൊല്ലം നീളുന്ന അർത്ഥം. അടിക്ക് ഇനിയും ചാൻസ് ഉണ്ട്. പൂക്കൾ പേരറിയാത്ത ആരോ അയക്കുന്ന സമ്മാനങ്ങളായി വന്നു തുടങ്ങിയപ്പോഴാണ് അപരിചിതനായ ഒരു ആരാധകനുണ്ടെന്ന് ഇഷയ്ക്ക് മനസ്സിലായത്. ഹായ് ജാനറ്റ്. ഞാൻ കണ്ടു. എന്റെ കൊച്ചെ, നിന്റെ ഈ പടപടപ്പ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? 87-ലെ എന്നെയാ. ഈ രൂപം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യരുത്. 87-ലെ ഇന്നത്തെ ഐശ്വര്യ റോയ് ആയിരുന്നു ഞാൻ. ഓ, അങ്കമാലിക്കാരനൊരു ജോയല്. എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു പൂക്കൂട കൊണ്ടുവയ്ക്കുമായിരുന്നു. അന്ന് ഈ ലാവൻഡറൊന്നും ഇല്ല. അന്ന് പള്ളിപ്പറമ്പിൻ്റെ മുന്നിൽ നിന്നിരുന്ന മൊസാൻ്റെ പറിച്ചെടുത്ത് ഒരു മനോരമ പത്രത്തിൽ പൊതിഞ്ഞ് വീടിൻ്റെ മുന്നിലെ കുരിശടി കൊണ്ടുവയ്ക്കുമായിരുന്നു. അത് യഥാർത്ഥ സ്നേഹം. കഷ്ടപ്പാടുണ്ട്. രാവിലത്തെ മഞ്ഞ്, മൊസാൻ്റെയിലെ ഉറുമ്പിൻ്റെ കടി, അച്ഛൻ്റെ ബ്രാക്ക്. ഇന്നെത്ര എളുപ്പം. അപ്പുറത്തെ ലൂസിയാൻറ്റിയുടെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു കൊലയ്ക്ക് 700 ബാത്ത് കൊടുത്താൽ പോരെ? എന്നിട്ടാ ജോയല്? ആ ജോയലാ തളർവാദവും വന്ന് എൻ്റെ കെട്ടിയോനാന്നും പറഞ്ഞു പള്ളാത്തുരുത്ത് വീട്ടിൽ കിടക്കുന്നേ. അതുകൊണ്ടൊന്ന് വെളി വെച്ചേരെ. എന്നിട്ട് നീ പോയി ഫ്രെയിമിങ് എടുത്തോണ്ട് വാ. ചേച്ചി ശരിക്കും അയാളെ കണ്ടോ? ഏതാണ്? അയാൾ ലാവൻഡർ പൂക്കൾ കൊണ്ടുവരുന്ന? എൻ്റെ കൊച്ചേ, അപ്രതീക്ഷിതമായി പലപ്പോഴും അവളെ തേടിയെത്തിയ ലാവൻഡർ പൂക്കൾ പിന്നീട് എപ്പോഴോ അവൾ പ്രതീക്ഷിച്ചു തുടങ്ങി.